ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ബോൺലെസ് ചിക്കനാണ് ഇട്ടിരിക്കുന്നത്. ചിക്കനിൽ വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ടൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് വറുത്തെടുക്കുക. നല്ല ഹാർഡായിട്ട് വറുക്കരുത്, കുറച്ച് സോഫ്റ്റ് ആയിട്ട് വേണം അത് വറുത്തെടുക്കാൻ. ഇനി ഇങ്ങനെ ചിക്കൻ വറുക്കാതെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ചിക്കനിൽ കുറച്ച് ഉപ്പും കുരുമുളകും വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ചിക്കനൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട വേണം. നമ്മൾ മുട്ട ബുർജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഈ മുട്ട നന്നായിട്ട് ഇങ്ങനെ ചിക്കിയെടുക്കണം. അപ്പോൾ മുട്ടയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത ചിക്കനിൽ ബാക്കി ഓയിൽ ഒരു ഫ്രൈ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടും കൂടി ചെറുതായി അരിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. തീ കുറച്ച് വെക്കരുത്. എപ്പോഴും ചൈനീസ് വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്, അതേപോലെ ക്യാപ്സിക്കം, കുറച്ച് കാബേജും കൂടി ഇട്ടിട്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കണം. 1-2 സെക്കൻഡ് മാത്രം നമ്മൾ വഴറ്റിയെടുത്താൽ മതി. അല്ലാതെ അധികം ടൈം ഇട്ടിട്ട് ഇത് വഴറ്റിയെടുക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പച്ചക്കറികളെല്ലാതും കുഴഞ്ഞു പോവും. അപ്പോൾ നമ്മളുടെ ഈ ഫ്രൈഡ് റൈസിനായാലും ഇപ്പോൾ നൂഡിൽസ് ആണെങ്കിലോ ഒന്നും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസാണ് ഒഴിക്കുന്നത്. എന്നിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പച്ചക്കറിയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കനും പിന്നെ മുട്ടയും കൂടിയും ചേർത്തിട്ട് ഇളക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് ഉപ്പൊക്കെ ചേർത്തിട്ട് വേവിച്ച് വെച്ചിട്ടുള്ളതാണ്. അതും കൂടിയും ചേർത്തിട്ട് ഈ പച്ചക്കറിയും സോസും ഒക്കെ എല്ലായിടത്തും ആവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്തൊക്കെയും നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വിനീഗറും കൂടിയും ചേർക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നമ്മൾ നേരത്തെ സോസൊക്കെ ചേർക്കുന്ന സമയത്തും ചേർക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം ചിക്കനിലും റൈസിലും സോയാ സോസിലൊക്കെ ഉപ്പുണ്ട്. വേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. റൈസ് വേവിച്ചെടുക്കുമ്പോൾ അധികം വെന്ത് കുഴഞ്ഞു പോവരുത് കേട്ടോ. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് ഉണ്ടല്ലോ, അത് ചെറുതായി അരിഞ്ഞിട്ട് ഈ റൈസിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.